ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മിൽക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെ ഒരു മിൽക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു 8 ഇഞ്ച് കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കേക്ക് ടീൻ ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ആയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ആ കേക്ക് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയി ബൗളെടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ മുട്ടയാണെങ്കിൽ 5 എണ്ണം വീതം നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1.5 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരേക്ക് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. ആ രീതിയിൽ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ. നമുക്ക് വിസ്ക് വെച്ചാൽ ചെയ്യാം, പക്ഷേ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇത് ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ബാറ്റർ ഡബിളായിട്ട് വരും. അതുവരേക്കാണ് ഇത് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏകദേശം വന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ബാറ്റർ അങ്ങനെ താണു പോകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ച ഫ്ലോർ ഇതിലേക്കൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 പ്രാവശ്യമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒരേ സൈഡിലേക്ക് തന്നെ, അതൊരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോറൊന്നും നമുക്ക് ഒരു കട്ട പിടിക്കാത്ത രീതിയിൽ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്ലോർ മൊത്തം നമ്മളിതിലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സൈഡിലൊക്കെ ഫ്ലോർ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആ രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ആ ഒരു കേക്ക് ടീനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ടീൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നമ്മൾ മൊത്തം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവില്ല. അപ്പോൾ അതിനാണ് ഈ ബട്ടർ പേപ്പർ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇനി സ്ക്വയർ വെച്ച ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു 4-5 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി 4-5 പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം നമ്മളൊരു 10 മിനിറ്റ് മുന്നേ ഒരു പാത്രം വെച്ചിട്ട് റിങ് വെച്ച ശേഷം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത പാനാണ്. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മണിക്കൂർ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു മണിക്കൂർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്കൊരു 1-2 സ്ഥലത്ത് സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ പിടിക്കണില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുത്തതിന് ശേഷമായിട്ട് നമുക്കതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിതൊന്ന് കേക്ക് ടീനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കേണ്ട ഈ കേക്ക്. അപ്പോൾ ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് താഴത്തെ ബട്ടർ പേപ്പറും റിമൂവ് ചെയ്യാം. അപ്പോൾ കേക്കൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് കൂടി തയ്യാറാക്കണം. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ബൗള് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും കൂടി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചോക്ലേറ്റ് ഗണേശ് ഒന്ന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാൻ തണുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ട് വരണം. അതുവരേക്കും ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ഇത് സ്റ്റിഫായിട്ട് വരും. അപ്പോൾ അതൊന്ന് സ്റ്റിഫായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ സ്പഞ്ച് ഒന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 3 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള 3 ലെയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കത് 3 പ്ലേറ്റിലേക്ക് ആക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് ചൂടാറിയ ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സിറപ്പിന്. ഇനി നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ ലെയറിലേക്കും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സിറപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് 3 ലെയറിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ലൊരു സോഫ്റ്റായി കിട്ടും. നമ്മളിത് 3 ലെയറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇതുപോലെ തന്നെ ആ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാശ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബേസ് നമുക്ക് വെച്ച് കൊടുത്ത ശേഷം ആ കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ സ്പഞ്ച്, ഏറ്റവും മുകളിലത്തെ സ്പഞ്ചാണ് ഞാൻ ആദ്യം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വീണ്ടും ആ സിറപ്പ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലേക്കും നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ല, കാരണം ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല ഒരുപാട് വിപ്പിംഗ് ക്രീം അതിൽ വരുമ്പോൾ. അതുകൊണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3-4 ടേബിൾ സ്പൂണോളം നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാശയും കൂടി ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ടേസ്റ്റാണിത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂസ്, ആ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആ കാഷ്യൂസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണത്. വിപ്പിംഗ് ക്രീം അതിലേക്ക് സൈഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം കൂടുതലായ കേക്കിന് എന്തോ ക്രീമിൻ്റെ ടേസ്റ്റേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാത്രമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ സൈഡും ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാശ, പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ആ കാഷ്യൂസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 ലെയറും കഴിഞ്ഞ് മൂന്നാമത്തെ ഏറ്റവും കേക്കിൻ്റെ താഴത്തെ ആ ഒരു ഇതാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സിറപ്പ് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ഒന്ന് ആ ക്രീമൊന്ന് തേച്ച് കൊടുത്ത ശേഷം സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് നമ്മൾ ഫിനിഷ് ചെയ്യണത്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ആ ക്രംസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സൈഡും ഒന്ന് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫിനിഷ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാശയും അതുപോലെ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് പെർഫെക്റ്റായിട്ട് നമ്മൾ ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കതൊന്ന് പുറത്തേക്ക് എടുത്ത ശേഷം നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ ചോക്ലേറ്റ് ഗനാശ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല തണുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാശ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടുണ്ടാവണം, നല്ല ചൂടുണ്ടാവരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാവണം. എന്നാൽ ഈ ചോക്ലേറ്റ് ഇതിൽ പെട്ടെന്ന് നമുക്കൊന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ ചോക്ലേറ്റ് ഗനാശിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ആ നൈഫ് വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മൾ ആ ചോക്ലേറ്റൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, മിൽക്ക് കോമ്പൗണ്ടിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊരു ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിലൊന്ന് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.